തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞു. കത്തിക്കരിഞ്ഞ മൃതദേഹം കൊല്ലപ്പെട്ട വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് നരുവാമൂട് സ്വദേശി ബിനുകുമാറിന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. DNA പരിശോധനയിലാണ് ആളെ തിരിച്ചറിഞ്ഞത്. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, തുടക്കത്തിൽ ഒരു തീപിടുത്തമാണ് എന്ന് കരുതിയിരുന്നിടത്തുനിന്നാണ് അതൊരു കൊലപാതകമെന്ന് തിരിച്ചറിയുന്നത്. എന്തായാലും അത് ആ ഘട്ടത്തിൽ തന്നെ അത് വൈഷ്ണയുടെ ഭർത്താവാണെന്നൊരു സൂചന തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു, അല്ലേ? തീർച്ചയായും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 3 പാപ്പനംകോട് ജംഗ്ഷനിലെ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിലെ ജീവനക്കാരിയായിട്ടുള്ള വൈഷ്ണ കൊല്ലപ്പെടുന്നത്. ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ തീപിടുത്തം ഉണ്ടാവുകയും വൈഷ്ണ മരണപ്പെട്ടു എന്നുള്ളതാണ് ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്നത്. എന്നാൽ വൈഷ്ണയ്ക്കൊപ്പം കണ്ടെത്തിയ മൃതശരീരം ആണിന്റേതാണോ അതോ സ്ത്രീയുടേതാണോ എന്ന് അടക്കം തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരുന്നു. ഇത് ആരാണ് എന്നുള്ള ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നത്. അന്നത്തെ CCTV ദൃശ്യങ്ങളിൽ അടക്കം ചില സംശയങ്ങൾ പോലീസിനുണ്ടെങ്കിലും ഈ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ഇത് ആരാണെന്ന് വ്യക്തമായിരുന്നില്ല. തുടർന്ന് DNA പരിശോധനാ ഫലത്തിലൂടെയാണ് ഇത് ഈ വൈഷ്ണയുടെ രണ്ടാം ഭർത്താവായിട്ടുള്ള ബിനുകുമാർ, നരുവാമൂട് സ്വദേശിയാണ്, ബിനുകുമാർ ആണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. ഇന്ന് ആണ് ആ ഒരു DNA ഫലം പുറത്തു വന്നത്. രണ്ടാമത്തെ DNA ഫലമാണെന്ന് പുറത്തു വന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഇത് ബിനുകുമാർ ആണ് എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത്. ഈ ബിനുകുമാറും വൈഷ്ണയും തമ്മിൽ കുടുംബപരമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ ബന്ധുക്കൾ അടക്കം മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് വ്യക്തിവൈരാഗ്യത്താൽ ഈ വൈഷ്ണയെ കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ തീ ഇടുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇത് ബിനുകുമാർ ആണ്, ഒപ്പം മരണപ്പെട്ടത് കണ്ടെത്തിയ മൃതദേഹം ബിനുകുമാറിന്റേതാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് വ്യക്തമാണ്. റിനു, പാപ്പനംകോട് തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് വൈഷ്ണയുടെ ഭർത്താവ്, രണ്ടാം ഭർത്താവ് നരുവാമൂട് സ്വദേശി ബിനുകുമാർ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു.